അപ്പം ഞങ്ങൾ പോകാം കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് പള്ളിയിലൊന്നും കയറി ഇറങ്ങി ഇനി നമ്മൾ ഭരണങ്ങാനം പള്ളി വഴി ഞങ്ങൾ വീട്ടിൽ പോകും. അപ്പോൾ ഇതാണ് കേട്ടോ അൽഫോൻസ ടോംബിൽ കയറി കഴിഞ്ഞാൽ താഴെയുള്ള കാർ പാർക്കിംഗ് ഏരിയാസൊക്കെയാണ്. അത് മാത്രം എപ്പോഴാണ് കണ്ടിട്ട് അതാ ഇല്ലിക്കക്കല്ലാണ് ആ കാണുന്നത്. ഒരു പെണ്ണിങ്ങനെ മുടി അഴിച്ചിട്ട് കിടക്കും പോലെയുള്ള ഫീലിങ്സിൽ ആ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല്. ഞാൻ ഫോട്ടോ ഓണാക്കിയിട്ട് വീഡിയോ ആണെന്ന് ഓർത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന സുഹൃത്തുക്കളെ ഞാൻ ചമ്മിപ്പോയി. ആരും കണ്ടില്ലല്ലോ അല്ലേ? എങ്ങനെ കാണാനാ? ക്യാമറ ഓണാക്കിയത്, വീഡിയോ ക്യാമറ അല്ല ഓണാക്കിയത്. എന്താണെങ്കിലും നമ്മൾ ഇന്ന് തീർത്ഥാടനം ഹായ് ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എനിക്ക് ഇന്നലെ വന്നൊരു കമന്റാണ്, ചേട്ടൻ എന്ത് വേണേലും ചെയ്തോട്ടെ, ചേട്ടൻ കോട്ടുമായിട്ടോട്ടെ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ചേട്ടനെ വഴക്ക് പറയാതെ മതി. സത്യമായിട്ട് അങ്ങനെ ഒരു കമന്റ് വന്ന് ചേട്ടന് എന്ത് ഇഷ്ടമാണ് ആൾക്കാർക്ക്. പുറകിലിരുന്നിട്ട് ബോള് ഊതി വെറുപ്പിക്കുന്ന ഒരു കൊച്ചിനെ നിങ്ങൾ കണ്ടോ? ഞങ്ങളിപ്പോ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ബാക്കിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഒരു മങ്ങിയ കളറിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നല്ലൊരു മഴയും വരുന്നുണ്ട്. ഈ കുട എടുത്താൽ നല്ലത്. തിരിച്ചു വരാം. എടുക്കണുണ്ടോ? കുട എടുത്തോ? നല്ലൊരു മഴ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഇറങ്ങുവാണ് കേട്ടോ. പൈസ ഇടാൻ ചില്ലറയൊന്നും ഇല്ലല്ലോ ചേട്ടാ. സ്കാനർ കാണുമായിരിക്കും. ഇപ്പൊ പള്ളികളിൽ കൂടെ ഒക്കെ സ്കാനറാണ്. അപ്പൊ നമ്മൾ വന്നത് നമ്മളൊരു പള്ളിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. പള്ളിയുടെ കുരിശ് കാണിച്ചരാവേ. അയ്യോ ഇതന്നെ ഇങ്ങനെ വെളുത്ത് തൊടുത്തിരിക്കണം. അപ്പൊ അതേ പള്ളിയുടെ കുരിശാണ് കേട്ടോ ഇത്. കുട എടുക്കണോ? ഇതേ പള്ളിയുടെ കുരിശാണത്. പള്ളി ഞാൻ കാണിച്ചു തരട്ടെ. ഇതോ കാണുന്നതാണ് പള്ളി. പള്ളി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ? ചിലർക്കെങ്കിലും മനസ്സിലായി കാണും ഇത് ഏത് പള്ളിന്ന്. പള്ളിയുടെ നേരെ മുമ്പിലാണ് കേട്ടോ പാർക്കിംഗ് ഏരിയയൊക്കെ. എന്തോ ബോളമല്ല, നീ അതേ കയറി കിടക്കുമല്ലായിരുന്നോ? അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഈരാറ്റുപേട്ട അരുവിത്തറ പള്ളിയിലാണ് കേട്ടോ. അരുവിത്തറ വെല്ലിച്ചനെ കാണാനാണ് വന്നത്. സെൻറ്റ് ജോർജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗീവർഗീസ് പുണ്യാളൻ, ഗീവർഗീസ് സഹത. എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാൾ. മുതലക്കടം പള്ളി വന്ന് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല എന്ന് പറയും പോലെ അരുവിത്തറ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചാലും നടക്കാത്ത കാര്യങ്ങളില്ല. അവിടെ ഇവിടെയൊക്കെ കുമ്പിടിയാന്ന് പറയും പോലെ നമ്മുടെ വെളിച്ചൻ ഗീവർഗീസ് സഹതായ ഉണ്ട് കേട്ടോ. ഗീവർഗീസ് സഹതയുടെ വലിയൊരു പിക്ചറാണ് കേട്ടോ ഫ്രണ്ടിലാണ് കാണുന്നത്. കണ്ടോ കണ്ടോ? ഏറ്റവും മുകളിലായിട്ട് കർത്താവിൻ്റെ ഒരു രൂപവും കാണാം. അപ്പോൾ അതാണ് നമ്മുടെ അരുവിത്തറ പള്ളി. അല്ല അത് ഭരണങ്ങാനത്തുനിന്ന് എളുപ്പമുണ്ടോ? ആ നേർച്ചയുണ്ട് ഭരണങ്ങാനം. ഉണ്ണിയപ്പം കിട്ടണേ എവിടെയാണോന്ന് അവൻ ചോദിച്ച. അപ്പം നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വിളക്കിൽ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ അരുവിത്തറ വെല്ലിച്ചൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ പള്ളി പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പള്ളിക്കകത്ത് കയറാനോ അരുവിത്തറ വെല്ലിച്ചൻ്റെ അടുത്തേക്ക് ചെല്ലാനോ പറ്റില്ല കേട്ടോ. ഇത് ആളുകൾ നിൽക്കുന്നതുണ്ടോ? അവിടെ നിന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ. പള്ളിയുടെ ഉള്ളു ഫുള്ള് പണിയാണല്ലോ. നോക്കിയാൽ ഫുള്ള് കമ്പി. ഇത് നല്ല രസമായിരിക്കും അല്ലേ? ഇതെല്ലാം റൂഫിങ് ചെയ്തു. ഹലോ കൊത്തി മുറിച്ചെടുക്കും ഇവരെ ചുണ്ട് കണ്ടാ? അരുവിത്തറ പള്ളിയിലുള്ള മോതിരമുണ്ടല്ലോ, അത് പറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നാടോ. വെയിറ്റ് പിന്നെ അത് കുഞ്ഞു മോതിരം. ആ അത് വെയിറ്റ് ഉണ്ട്. അന്നേരം അത് അവർക്കത് ഭയങ്കര വെയിറ്റ് ആണോ പോന്നെ. എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഇടണം. ഹായ്, ഇവരൊക്കെ നല്ല രസമുണ്ടല്ലോടാ. നമ്മുടെ എടാ ആൻസേ നമ്മുടെ വന്നേ. ഡാ നമ്മുടെ അലങ്കാര കോഴിയില്ലേ, സെയിം അല്ലേ? നോക്കിക്കേ. കുടിവെള്ളമൊക്കെ ദാ ഇവിടെയാണ് കേട്ടോ. വൈദിക മന്ദിരം ചാപ്പൽ. ഇവിടെ ഒരു ചാപ്പലുണ്ട്. നിത്യാരാധന ചാപ്പലുണ്ടല്ലോടാ. ദേടാ ഇവിടെ നിത്യാരാധന ചാപ്പലുണ്ട്. പോത്തിൻ്റെ തലയല്ലേ? നല്ല രസമുണ്ടല്ലേ കാണാൻ. അതെന്നാന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ.
അറിയാവോ? നിത്യാരാധനാ ചാപ്പൽ ഇവിടെയാണ്. ഈ ചെടി, ഈ സാധനം ഇല്ലേ, അതിങ്ങനെ ചട്ടിയിൽ വെക്കാനേ പറ്റത്തുള്ളൂ, അല്ലാതെ നട്ട് കഴിഞ്ഞാൽ ഏരിയ ഫുള്ളാകും അത്. ഇത് ബോൺസായി ആയിട്ട് നിർത്തിയേക്കണ നോക്കിക്കേ, നല്ല രസമില്ലേ? അത് ബോൺസായി ഇല്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. പ്രാവിനെ കണ്ടോ? പീസ്ഫുൾ പ്ലേസിലാണ് പ്രാവുകളുള്ളത്. അവിടെ നിത്യാരാധന ചാപ്പലുണ്ട് ആ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ. നൊവേന ഉണ്ടെന്ന് തോന്നുന്നു. ആ പ്രാർത്ഥന പാട്ട് കേട്ടോ? ഇതുണ്ടോ? ഇതാ അതായത് തോമസ് ലീഹ വെച്ച പള്ളിയല്ല, സുവിശേഷം പ്രസംഗിച്ചതാണ്. അതായത് ആദ്യം വന്നിവിടെ 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തു ശിഷ്യനായ മാർ തോമസ് ലീഹ ഇവിടെ സുവിശേഷം പ്രസംഗിച്ചു. 2-ാം നൂറ്റാണ്ടിൽ മാർത്ത മറിയത്തിൻ്റെ പേരിൽ ആദ്യ ദേവാലയം സ്ഥാപിച്ചു. ഉണ്ടായിരിക്കാം. 8-ാം നൂറ്റാണ്ടിൽ ദേവാലയം പുനർനിർമ്മിച്ചു. 14-ാം നൂറ്റാണ്ടിൽ നിലയ്ക്കലിൽ നിന്ന് വിശുദ്ധ ഗീവർഗീസ് സാദയുടെ ഇപ്പോഴത്തെ തിരുസ്വരൂപമായ ഒരു പറ്റം കുടുംബങ്ങൾ ഇവിടെ എത്തി. 16-ാം നൂറ്റാണ്ടിൽ വീണ്ടും ദേവാലയം പുനർനിർമ്മിച്ചു. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 1599 ഉദയംപേരൂർ സുനാദോസിൽ ഇവിടുത്തെ പ്രതിനിധികൾ പങ്കെടുത്തു. 827 ലിയോ 12-ാമൻ മാർപ്പാപ്പ ഏപ്രിൽ 24 പള്ളി സന്ദർശിക്കുകയും പൂർണ്ണ ദണ്ഡവിമോചനം അനുവദിച്ചു. അപ്പോൾ ഈ 1827 ഏപ്രിൽ 24 പള്ളി സന്ദർശിച്ചത്. അപ്പോൾ അങ്ങനെ അന്നാണ് പെരുന്നാൾ ഇവിടെ. പുരാതന ലിഖിതങ്ങൾ കണ്ടെടുത്തു. സെപ്റ്റംബർ 8, അതായത് 32 സെപ്റ്റംബർ 8 ഇപ്പോഴത്തെ പള്ളിമേട വെഞ്ചരിച്ചു. 51 ഏപ്രിൽ 20 മുതൽ മാർ സെബാസ്റ്റ്യൻ വയലിൽ പുതിയ ദേവാലയ കൂദാശ ചെയ്തു. 51 57 ഫൊറോനയായിട്ട് ഉയർത്തി. 60 പഞ്ചലോഹ കുരിശ് സ്ഥാപിച്ചു. ഫെബ്രുവരി 2014 ഫെബ്രുവരി 9 വെള്ളിച്ചമലയിൽ മഹാകുരിശ് കൂദാശ ചെയ്തു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഹോളി മാസമൊക്കെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇതാണ്. ഇതും ഉണ്ടായിരുന്നില്ലേ? ഇതില്ലായിരുന്നു. ഇതൊരു പുതിയതാട്ടോ, നമ്മൾ വന്നേ പിന്നെ കണ്ടിട്ടില്ല കേട്ടോ. പവിത്ര പള്ളി, അതിൻ്റെ സൺഡേ ഹോളി മാസ ഫസ്റ്റ് ഫ്രൈഡേ ഇവിടെ കുമ്പസാരമൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ. അപ്പം ഞങ്ങൾ പോകുക കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് പള്ളിയിലൊന്നും കയറി ഇറങ്ങി ഇനി നമ്മൾ ഭരണങ്ങാനം പള്ളി വഴി നമ്മൾ വീട്ടിൽ പോകും. അപ്പോൾ ഇതാ നമ്മൾ പോവാണ് കേട്ടോ. നമ്മളിനി അടുത്തത് നേരെ ഇറങ്ങൂല. ആ വണ്ടി നേരെയുള്ള പോയത്. ആദ്യമേ ബൈക്കാരനെ പറഞ്ഞു വിട്ടായിരുന്നു. ബൈക്കാരെ പോകുന്നു. ഞാൻ ഇതിലേ അറിയി തോന്നിട്ടുള്ളത്. ഇതിലെ പോവാ നല്ലത്. കാരണം അവിടെ മെയിൻ റോഡല്ലേ, ചുമ്മാ പോയി ഇറങ്ങണേ ഭേദം ഇതിൽ പതുക്കെ ഇറങ്ങി അങ്ങ് വളഞ്ഞു പോവാം അല്ലേ. മനുഷ്യർ പുറമേനെ എടുക്കുക. അങ്ങനെ നമ്മൾ ഭരണങ്ങാനം ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. അൽഫോൻസ റെസിഡൻഷ്യൽ സ്കൂൾ ICISI സിലബസ് അത് ഭരണങ്ങാനം. ഇതാണ് ഭരണങ്ങാനം അൽഫോൻസാമ്മയുടെ നാടല്ല അടക്കിയ സ്ഥലവും പിൽഗ്രിം സെൻറ്റർ. ഇവിടെ എങ്ങോട്ടാന്ന് അറിയാമോ ചേട്ടാ? വൈകയ്ക്ക്. ഈ സൈഡിലാണ് ഭരണങ്ങാനത്തെ അൽഫോൻസാമ്മയുടെ മഠമൊക്കെ കേട്ടോ. നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു റോഡ് എന്ന് വെച്ചാൽ നമ്മൾ പ്രവിത്താനത്തേക്ക് പോയി നമ്മൾ തൊടുപുഴ റോഡിലേക്ക് പോയി ഇറങ്ങും. ഇതാണ് അൽഫോൻസാമ്മ താമസിച്ച മഠമൊക്കെ കേട്ടോ. നമ്മൾ ഏതായാലും ഇന്ന് അവിടെ പോകുന്നില്ല, നമുക്ക് സമയപരിമിതിയുണ്ട്. നമുക്ക് വീട്ടിൽ നമ്മുടെ പിള്ളേരെല്ലാം പട്ടിണി ഇരിക്കുകയാണ്, അപ്പോൾ അവർക്ക് വല്ലതൊക്കെ കൊടുക്കണം. അപ്പോൾ അതാ നമ്മൾ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് നമ്മുടെ പള്ളി ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് കാണാൻ പറ്റും. പിന്നെ ഇതാ ഏറ്റവും ടോപ്പിലായിട്ട് കാണുന്നതാണ് പിൽഗ്രിം സെൻറ്റർ അൽഫോൻസ ടോംബ്. അൽഫോൻസാമ്മയുടെ കയറി വരുമ്പോൾ തന്നെ അതാ പിയ്യാത്ത ഒരു ശില്പമൊക്കെ കാണാൻ പറ്റും. പിയ്യാത്ത ശില്പം എവിടെ കണ്ടാലും അപ്പോൾ കൂട്ടൻ ചേട്ടൻ ഞാൻ ഓർക്കും. ആ ചേട്ടനായിരുന്നു പിയ്യാത്ത ശില്പം കേരളത്തിലുടനീളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പള്ളി കേട്ടോ. അൽഫോൻസ സഭാവസ്ത്രം സ്വീകരിച്ച് വ്രതവാഗ്ദാനം നടത്തിയ പള്ളിയാണിത്. അൽഫോൻസാമ്മ ഉടുപ്പിട്ട പള്ളി, ആദ്യത്തെ പള്ളിയാണത്. അത് അൽഫോൻസ ടോംബാണ് കേട്ടോ. അൽഫോൻസാമ്മയുടെ കബറിടം ആദ്യം സെമിത്തേരിയിലായിരുന്നു അടക്കിയ, പിന്നീട് അവിടെ നിന്ന് എടുത്ത് വിശദമായിട്ട് പ്രഖ്യാപിച്ച്, അപ്പോൾ വിശദമായിട്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മാറ്റി, കല്ലറ മാറ്റി.
അപ്പോൾ ഇതാണ് ഭരണങ്ങാനം പള്ളി. അപ്പം നമ്മളിതാ അൽഫോൻസ ടോംബിലേക്ക് കയറുന്ന സ്റ്റെപ്പാണ്. അത് നോക്കിക്കടാ, പുല്ലാന്തിപ്പൂ പോലെ തന്നെ. അപ്പം നമ്മളിത് അൽഫോൻസ ടോംബിലെത്തിയിട്ടുണ്ട് കേട്ടോ. പൈസയൊക്കെ കയ്യിലില്ല, എൻ്റെ സ്കാനറുണ്ട് കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ അൽഫോൻസ ടോംബിൽ കയറി കഴിഞ്ഞാൽ താഴെയുള്ള കാർ പാർക്കിംഗ് ഏരിയാസൊക്കെയാണ്. അത് മാത്രം എപ്പോഴാണ് കണ്ടിട്ട് അതാ ഇല്ലിക്കക്കല്ലാണ് ആ കാണുന്നത്. ഒരു പെണ്ണിങ്ങനെ മുടി അഴിച്ചിട്ട് കിടക്കും പോലെയുള്ള ഫീലിങ്സിലാ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല്. കണ്ടോ ചേട്ടാ? അതിലിട്ട് മാന്തല്ലേ വായും കൂടെ. ഇല്ലിക്കൽ കല്ല് കണ്ടോ ചേട്ടാ? ദേ കാണുന്നുണ്ടോ? കണ്ണത്ര എത്തത്തില്ലേ? ദേ ഈ ക്യാമറ നോക്കിക്കേ, അതാ ഇല്ലിക്കൽ കല്ല്. അത്ര കണ്ണെത്തത്തില്ല. വാവു, ചേട്ടൻ്റെ കണ്ണടിച്ച് പോയി ഗൈസ്. എന്നാൽ നമുക്ക് പോയി നേർച്ച വാങ്ങാം. ഉണ്ണിയപ്പം ചേട്ടൻ തന്നെ ഇത് മറന്നുപോയി. നമ്മൾ എത്രയോ തവണ ഇപ്പോൾ ഇവിടെ വന്നു. അപ്പം നമ്മുടെ ഓഫീസ് കൗണ്ടറിൽ നിന്ന് നമുക്ക് ഉണ്ണിയപ്പം കിട്ടുന്നതായിരിക്കും. നമുക്കവിടെ പോയിട്ട് നേർച്ചയപ്പം വാങ്ങാം. ഇതവിടെയാണ് കേട്ടോ നേർച്ചയപ്പമൊക്കെ കിട്ടുന്നത്. ഉണ്ടോ? അപ്പോൾ അതാണ് നമ്മൾ നേർച്ചയപ്പമൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കവറൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പനോടും വല്യമ്മയോടും ഒപ്പം. അമ്മ അതിൻ്റെ സ്വന്തം അമ്മ ചെറുപ്പത്തിൽ മരിച്ചു പോയതല്ലേ. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് ആദ്യ കുർബാന. AI ഫോട്ടോസാണ് കേട്ടോ. പഴയ ഫോട്ടോസ് AIയിലിട്ട് ഒന്നും എടുത്തതേടാ. വാഗക്കാട് സ്കൂളിൽ, ഇതേടാ വാഗക്കാട് സ്കൂളിൽ. എൻ്റെ നാടാ, പേരിന് മാത്രം. സിവിയർലി സിക്ക്. അപ്പോൾ അതിങ്ങനെ കുറേ പടങ്ങളൊക്കെ ഉണ്ട്. വാ, ഞങ്ങളത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേട്ടനെ കാണാതെ പോയി. സങ്കീർത്തി ചെന്താ പോലെ. സ്പിരിച്വാലിറ്റി സെൻറ്റർ. മീനുണ്ടോ? ആ കിടക്കുന്ന എന്തുവാ ചേട്ടാ? ആ കിടക്കുന്ന എന്തുവാ? അല്ല, അതിൻ്റെ താഴെ ആണോ? ഫിഷ് അല്ലല്ലോ അല്ലേ? ഇതാണ് ആൻസ മീനൊക്കെ. ആ കൂടെ കൊണ്ട് അതിനകത്തേക്ക് ഇടല്ലേ? ഞാനാ കിടക്കണം പിരാനയാന്ന് ഓർത്ത് പോയി. പിരാനയാന്ന്. ഞാൻ ഫോട്ടോ ഓണാക്കിയിട്ട് വീഡിയോ ആണെന്ന് ഓർത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന സുഹൃത്തുക്കളെ, ഞാൻ ചമ്മിപ്പോയി. ആരും കണ്ടില്ലല്ലോ അല്ലേ? എങ്ങനെ കാണാനാ? ക്യാമറ ഓണാക്കിയേ, വീഡിയോ ക്യാമറ അല്ല ഓണാക്കിയത്. എന്താണെങ്കിലും നമ്മൾ ഇന്ന് തീർത്ഥാടനമായിരുന്നു. നമ്മളങ്ങനെ അരുവിത്തറ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു,
നേരെ ഭരണങ്ങാനം പള്ളിയിൽ വന്നു, പ്രാർത്ഥിച്ചു, നേർച്ചയൊക്കെ വാങ്ങിച്ചു. ആൻസിനെ വിളിച്ചപ്പോൾ ആൻസിനെ കാണാനില്ലായിരുന്നു. ആൻസ് കിടന്ന് ഉറക്കം പിടിച്ചിട്ടുണ്ട്. ആൻസ് ഉറങ്ങിപ്പോയി, ഇതാ കിടക്കുന്നു. ആരെങ്കിലും ആൻസിനെ കാണുന്നുണ്ടല്ലോ അല്ലേ? ആൻസ് അത്ര ഒന്നും ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ആൻസ് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചിട്ടുണ്ട്. അയ്യോ, അതൊരു കോഫി ഷോപ്പായിരുന്നു. അങ്ങനെ ആൻസ് ഇതാ ഇവിടെ സീറ്റിൻ്റെ ചവിട്ടുന്നുണ്ട്. അത് തല്ലു വാങ്ങാനുള്ള പരിപാടിയാണ്. ഭരണങ്ങാനം പള്ളി പോയി നേർച്ചയൊക്കെ വാങ്ങി. അത് പൊട്ടിച്ചപ്പോൾ നമ്മൾ കഴിച്ചു. ചെറിയ ഉണ്ണിയപ്പായിരുന്നു. ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചേടാ. എടാ എത്രണ്ണം പൊട്ടിച്ചടാ? എടാ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചേടാ. ആൻസിന്റെ 2 പൊട്ടിച്ചു. ഒരു ആ കവറൊന്ന് കാണിച്ചേടാ. ഇതാണ് ഭരണങ്ങാനം പള്ളിയിലെ നേർച്ചാട്ടം. നെയ്യപ്പം, നേർച്ചയപ്പം. ഇതാ അൽഫോൺസ ടോമിൻ്റെ ഒരു പടമൊക്കെ ഉണ്ട്. പൊട്ടിച്ച് കാണിക്കിപ്പം. അതിനകത്തിരിക്കുന്ന ഒരു ഉണ്ണിയപ്പം കാണിച്ചുതരാവേ. നേർച്ചയപ്പം എന്നാണ് പറയുന്നത്. നല്ല രസവും നല്ല രുചിയുമാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. താങ്ക് യു. ഇതാ ഇത്രയേ ഉള്ള കേട്ടോ, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് നേർച്ചയപ്പം. ഞാൻ എപ്പോൾ ചെന്നാലും വാങ്ങാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ എനിക്ക് നെയ്യപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാ വേണ്ട നെയ്യപ്പം കൊടുക്കണം. എന്നാണ് വണ്ടി ഓടണമെങ്കിൽ വണ്ടിയിൽ ഇന്ധനം നിറച്ചാൽ മാത്രം പോരാ. ഒരെണ്ണം പോരാ. ആൾക്കും കൂടെ ഇന്ധനം വേണം, എന്നാലേ വണ്ടിക്ക് ഒരു ഓടിക്കാനൊരു ഇത് കിട്ടുള്ളൂ. നമ്മുടെ കൊന്ന വണ്ടിയുണ്ടോ? ആനവണ്ടി. നമുക്ക് കയറി പോവാറുന്നല്ലേ ചേട്ടാ? പിന്നെ വളവല്ലേ, ഇവിടെ കയറാൻ പറ്റൂല. കൊട്ടാരക്കര, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, പാലാ, തൊടുപുഴ. സൂ നമ്മളങ്ങനെ നെല്ലാപ്പാറയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളെവിടെ എത്തി? നെല്ലാപ്പാറയിലേക്ക്. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നെല്ലാപ്പാറ ഭാഗത്ത് ഒരു ബിടെക്കുകാരൻ ശർക്കര, എടാ നിനക്കറിയാവോടാ അത്? ശർക്കര യൂണിറ്റ് തുടങ്ങിയിരിക്കുന്നത് ആ ഭാഗത്തെ കണ്ട. കൊറോണ സമയത്ത് ജർമ്മനി പോവാൻ പറ്റിയില്ല. ഇത് കഴിഞ്ഞു പോയി സുഹൃത്തുക്കളെ. ചേട്ടനങ്ങ് കത്തിച്ചു വിടുവാണോ? ഇവിടെ ഒരു കൊച്ചു കൈ നീട്ടിക്കൊണ്ടിരിക്കുക. അത് ഒരെണ്ണം കൊടുത്താ പോരാ, തീർന്ന തന്നെയാ. ഞാൻ 2 ഇഡ്ഡലി സാമ്പാറും കഴിച്ചിട്ട് ഇറങ്ങി വരവാ. ഞാൻ 4 ഇഡലി. ഇത് 4 കഴിച്ചോ? ശരിക്കും? അപ്പൊ ഞാനാണല്ലോ പുറകോട്ട്. അവന് വിശക്കുവാന്ന് എപ്പോ തൊട്ട് പറയണം. പാവം പിടിച്ച വിശന്നിട്ട് കിടക്കും, എണീക്കും. നമുക്കൊന്ന് കഴിച്ചിട്ട് പോയാലോ? തൊടുപുഴ ചെല്ലണം. വണ്ടി പാർക്ക് ചെയ്യാനാ ബുദ്ധിമുട്ട് അല്ലേ? വണ്ടി പാർക്ക് ചെയ്യാൻ. ചിക്കൻ ബിരിയാണി വെച്ചാലാ വാങ്ങാം. ആ പെടക്കുഞ്ഞ് വന്ന് മേത്ത് കയറിയുന്നേ. ഈ പെടക്കുഞ്ഞാ അത്. കയ്യിലും ചെളിയായി. നമ്മള് വേറൊരു പെട കൂടെ ഇറങ്ങിപ്പോയടാ. വേറൊരു പെട ഇറങ്ങിപ്പോയി.
എന്നോ അത് ചേട്ടൻ ഇറങ്ങി ആ പുറകെ ഇറങ്ങിയതാ. അതിനെ ഞാൻ പിടിച്ചിട്ടോളൂ. അതെ പിടിപ്പിക്കണ കുഞ്ഞാ. എടാ എടാ നീങ്ങ വന്നേ. ഇതാടാ ഒരു പെട ഇറങ്ങി നിക്കണം. ആ പെടനെ കയറ്റി വിട് വന്നിട്ട്. ഏതാ ഇത്? എവിടെ കുടുങ്ങി കിടക്കണേ? തലയിലോ? പെച്ചിയാണോടി നീയാണോ പെച്ചി? വേണ്ട, ഞാൻ കയറി പോവാടോ കൊച്ച. വിശക്കുവാ. ഞാൻ തുറന്നേ. എടാ അതെ ഇവിടെ ആ ചുറ്റുമണിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒക്കെ കയറ്റിവിടാ. ഞങ്ങളങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടാ. ചേട്ടൻ ആടിന് തീറ്റ കൊടുക്കാൻ പോയതാ. ആ സമയം കൊണ്ട് കോഴിയൊക്കെ പുറത്തിയാടി. ഞാൻ കാരണം. ഹലോ ഹലോ ഇവൻ പേടിച്ചു പോയി. ആരാ ഈ വയ്യ ചേട്ടാ ഒളിരുന്ന്. ചായ ഉണ്ടാക്കാൻ പോകാം. ഒറ്റ പറയില്ലടാ. അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലെത്തി ഫുഡ് വാങ്ങിച്ചോണ്ടാണ് വന്നത്. അവിടെ ഇരുന്ന് കഴിച്ചില്ല. ആടും കോഴിയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഫുഡ് കൊടുക്കണ്ടേ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോകുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തറവാട്ടിലേക്ക് പോകണം. അപ്പം അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കണം കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് തറവാട്ടിലേക്ക് പോകണം. അല്ല നീ ചുമ്മാ നിൽക്കണം. മാക്കുടിച്ച് ഡോഗ് ഫുഡ് ഇട്ട് കൊടുക്കണം. എല്ലാവരും പട്ടണിയാണ്. ചെല്ല ചുമ നിൽക്കണില്ല. ഭയങ്കര ചുമയാണ്. ചുമച്ച് ചുമച്ച് മുഖത്തുപോയി. ചുമച്ച് ചുമച്ച് മുഖത്തുപോയി. 2 പേർക്കും കൊടുക്ക. എടാ ഒരു ഗ്ലാസ് എടുത്ത് 2 പേർക്ക് പകുതി വിധം കൊടുക്കടാ. ഒരു തിന്നുവാണെങ്കിൽ പിന്നെ ഇച്ചിരി കൊടുക്കാം. ഇതവൻ ഏത് കറിക്കള്ളത്തിൽ ചാടിയിട്ട് അറമ്പനായിട്ട് കിടക്കണം. അവന് കരി അവൻ്റെ മേത്ത് അരച്ച്. അവനെ എടുത്തിട്ട് ഉമ്മ കൊടുക്കാൻ പറ്റുമോ നോക്ക്. അപ്പോൾ നമ്മൾ പൊറോട്ട ബീഫ് കറിയാണ്. ആൻസൂട്ടിനൊരു ചിക്കൻ ബിരിയാണി. അതാണ് കഴിക്കുന്നത്. ആൻസി ഇപ്പോഴും കുഞ്ഞാവയാണ്. ആൻസി ഇപ്പോഴും കുഞ്ഞാവയാണ് കേട്ടോ. അതൊക്കെ പോട്ടി വാച്ച് കറി വെച്ചാലോ ചേട്ടാ കടയിൽ നിന്ന്. നമ്മളിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഓർക്കണെങ്കിൽ കുക്കറിലിട്ട് അടിച്ചാൽ മതി. 2 വിസിൽ കൂടുതൽ അടിച്ചാൽ മതി. അപ്പം നമ്മളൊരു യാത്രയൊക്കെ പോയി വന്നു. അങ്ങനെ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ചെറിയൊരു തീർത്ഥാടനമൊക്കെ ആയിരുന്നു. അതിനാ ചേട്ടാ ലൈറ്റ് ഓഫ് ചെയ്ത്. ഇപ്പോൾ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നു. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാലേ ഭരണങ്ങാനപ്പള്ളി നിന്ന് കാണാത്തവർക്ക് ഇങ്ങനെ കാണാനൊരവസരം ഞങ്ങളിലൂടെ കിട്ടി. അപ്പം ഞങ്ങൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യട്ടെ. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബിന്ദു ശ്രീ ബൈ.